ഹരേ കൃഷ്ണ. എല്ലാവർക്കും വൈഷ്ണവ സുദർശനത്തിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് ഇന്ന് വൈഷ്ണവ സുദർശനം ഭക്തമനസ്സുകളിലേക്ക് വന്നിരിക്കുന്നത്. ഇന്ന് ചിങ്ങമാസത്തിലെ 3-ാം പിറയാണ്. അതായത് അമാവാസി കഴിഞ്ഞ് വരുന്ന 3-ാമത്തെ ദിവസമാണ് 3-ാം പിറയായിട്ട് കണക്കാക്കുന്നത്. ഈ ഓണത്തിന് സാക്ഷാൽ വാമനമൂർത്തി നമ്മുടെ വീട്ടിൽ വരുന്നത് പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് നാളെ. അതായത് ചിങ്ങമാസത്തിൽ സാക്ഷാൽ ശ്രീ മഹാദേവൻ ഭഗവാൻ നമ്മളുടെ വീട്ടിൽ വരുന്ന ദിവസമാണ് നാളെ, ഈ 3-ാം പിറ ദിവസം. അത് എങ്ങനെയാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും സംശയമുണ്ടായിരിക്കും. വളരെ ഏറെ പ്രത്യേകതകളും അതുപോലെ തന്നെ സവിശേഷതകളും നിറഞ്ഞ ദിവസമാണ് ഈ 3-ാം പിറ ദിവസം. ഇന്നത്തെ ദിവസം ചന്ദ്രനെ നോക്കി നമ്മുടെ എന്ത് ആഗ്രഹങ്ങൾ പറഞ്ഞാലും അത് നടന്നു കിട്ടും എന്നുള്ളതാണ്. എന്ത് സങ്കടങ്ങൾ വേണമെങ്കിലും ഇന്നത്തെ ദിവസം ചന്ദ്രനെ നോക്കി പറഞ്ഞാൽ അതിനൊക്കെ ഒരു പരിഹാരമുണ്ടാകും, തീർച്ച. അത്രയ്ക്ക് വിശേഷപ്പെട്ട കാര്യമാണ് 3-ാം പിറ ദിവസം ചന്ദ്രനെ നോക്കി പ്രാർത്ഥിക്കുക എന്നുള്ളത്. ഇനി വളരെ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്ന് നമ്മൾ ചന്ദ്രനെ നോക്കി പറയുന്ന പ്രാർത്ഥന കേൾക്കുന്നത് സാക്ഷാൽ ശ്രീ മഹാദേവൻ തന്നെയാണ്. കാരണം ആ മഹാദേവൻ 3-ാം പിറ ദിവസമായ 3-ാം പിറ ദിവസത്തെ ചന്ദ്രനെയാണ് തൻ്റെ മൗലിയിൽ ചൂടിയിരിക്കുന്നത്. അതായത് ശിവഭഗവാൻ തന്നെ ഇന്ന് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളെ അനുഗ്രഹിക്കുവാനായി എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. ആ ഉമാപതിയായിട്ടുള്ള 14 ലോകത്തിലെയും ജീവജാലങ്ങളുടെ പിതാവായിട്ടുള്ള സാക്ഷാൽ മഹാദേവൻ നിങ്ങളുടെ സങ്കടങ്ങൾ, നിങ്ങളുടെ ദുഃഖങ്ങൾ എല്ലാം ഇല്ലാതെയാക്കി ശാശ്വതമായ ഐശ്വര്യവും ആയുസ്സും ആരോഗ്യവും സമ്പത്തും സമൃദ്ധിയും ഒക്കെ പ്രദാനം ചെയ്യുവാനായി നിങ്ങളുടെ ഭവനത്തിൽ എത്തുകയാണ്. ആ ഭഗവാനോട് നിങ്ങളുടെ എന്ത് ആഗ്രഹവും ഇന്ന് പറയാം. പറഞ്ഞാൽ ഭഗവാൻ അതൊക്കെ നിങ്ങൾക്ക് സാധിച്ചു തരും. നിങ്ങളുടെ ദുഃഖങ്ങൾക്ക് ഒരു പരിഹാരമുണ്ടാകും. എത്ര നാളായിട്ട് വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യമാണെങ്കിലും ഇന്നത്തെ ദിവസം ആ മഹാദേവനെ നോക്കി പ്രാർത്ഥിക്കുക. ഇന്ന് 6:39 ചന്ദ്രോദയം ഉണ്ടാകുന്നത്. രാത്രി 11 മണിക്ക് മുമ്പായി തന്നെ ഭഗവാനെ ദർശിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സമയം എന്ന് പറയുന്നത്. അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇന്ന് ഭഗവാനെ കാണാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോ കേൾക്കുന്ന ആ സമയം മുതൽ ഭഗവാനെ, ആ രൂപം മനസ്സിൽ ധ്യാനിക്കുക, ഭഗവാന്റെ നാമം ജപിക്കുക. എന്നിട്ട് ഭഗവാനോട് തീവ്രമായിട്ട് പറയുക, ഭഗവാന്റെ ദർശനം ഇന്ന് എനിക്ക് ഉണ്ടാവണമേ എന്ന് തീവ്രമായിട്ട് പ്രാർത്ഥിക്കുക. അങ്ങനെ തീവ്രമായിട്ട് ഭഗവാനെ കാണാനുള്ള ഒരു ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും ഭഗവാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും, നിങ്ങൾക്ക് നാളെ ദർശനമരുളും. അപ്പോൾ ആ ചന്ദ്രകലാധരനായിട്ടുള്ള ആ ചന്ദ്രമൗലി ശിരസിൽ ചൂടിയിട്ടുള്ള ആ ഭഗവാന്റെ രൂപം മനസ്സിൽ, ഹൃദയത്തിൽ വളരെ പ്രത്യക്ഷമായി തന്നെ കണ്ടുകൊണ്ട് ചന്ദ്രദേവനെ നോക്കി നിങ്ങൾ പ്രാർത്ഥിക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, പ്രാർത്ഥന നിങ്ങളുടെ ആഗ്രഹങ്ങളാണെങ്കിലും ദുഃഖങ്ങളാണെങ്കിലും ഒക്കെ പറയുന്നതിന് മുമ്പായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ആദ്യം ഈ മന്ത്രങ്ങൾ ചൊല്ലിയിട്ട് വേണം നിങ്ങൾ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി.
അപ്പോൾ ആദ്യം ചൊല്ലേണ്ട മന്ത്രം ഓം ചന്ദ്രകലാധരായ നമ എന്ന മന്ത്രം 5 പ്രാവശ്യം ജപിക്കുക. ചന്ദ്രനെ നോക്കി ഓം ചന്ദ്രകലാധരായ നമ, ഓം ചന്ദ്രകലാധരായ നമ എന്ന് 5 പ്രാവശ്യം ജപിക്കുക. അതിനുശേഷം ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം പ്രണവം ചേർത്ത് 108 പ്രാവശ്യവും ജപിക്കണം. ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം പ്രണവം ചേർത്ത്, അതായത് ഓംകാരം ചേർത്ത് 108 പ്രാവശ്യം ജപിക്കണം. അതിനുശേഷമാണ് നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന ആഗ്രഹങ്ങളും, വർഷങ്ങളായിട്ട് നടക്കാത്ത ആഗ്രഹങ്ങളാണെങ്കിലും ദുഃഖങ്ങളാണെങ്കിലും ഒക്കെ ഭഗവാനോട് പറഞ്ഞ് യാതൊരുവിധ മടിയും കൂടാതെ, ഒരു സങ്കോചവുമില്ലാതെ ഭഗവാനോട് തുറന്നു പറയുക. തീർച്ചയായും ഭഗവാൻ അത് കേൾക്കും. നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹം കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. ഇനി ഭഗവാനെ ദർശിക്കുന്നതിന് മുമ്പായി അല്പം ഭസ്മം കയ്യിലെടുക്കുക. എന്നിട്ട് ആ പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്ന സമയത്ത് ഈ ഭസ്മം കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ ആ മന്ത്രം ജപിക്കുക. അതിനുശേഷം 108 പഞ്ചാക്ഷരി ജപിച്ചതിന് ശേഷം ആ ഭസ്മം നെറ്റി ആസകലം ലലാടം മുതൽ ലലാടം വരെ ആ ഭസ്മധാരണം നടത്തുക. അതിനുശേഷം വരുന്ന ഭസ്മം സൂക്ഷിച്ച് ഒരു ടിന്നിൽ എവിടെയെങ്കിലും ആയിട്ട് ശുദ്ധമായിട്ടുള്ളൊരു സ്ഥലത്ത് വയ്ക്കുക. എന്നിട്ട് ആ ഭസ്മം നമുക്ക് ധരിക്കാവുന്നതാണ്, മറ്റെല്ലാ ദിവസങ്ങളിലും ധരിക്കാം. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് വൈകുന്നേരം നിലവിളക്ക് കൊളുത്തുമ്പോൾ ഭഗവാന്റെ ഒരു ചിത്രമോ അല്ലെങ്കിൽ ഒരു വിഗ്രഹമോ അല്ലെങ്കിൽ ശിവലിംഗമോ വീട്ടിലുണ്ടെങ്കിൽ ആ ചിത്രത്തിൻ്റെ ഒരു ഫോട്ടോയിലാണെങ്കിൽ അല്ലെങ്കിൽ ഒരു വിഗ്രഹത്തിന് ഒരു മാലയൊക്കെ ചാർത്താൻ സാധിക്കുമെങ്കിൽ ഒരു മാലയൊക്കെ കെട്ടിയിട്ട്, അതുപോലെ തന്നെ കൂവളത്തിൻ്റെ ഇല കൊണ്ട് ഭഗവാനെ അർച്ചന ചെയ്യുന്നതും, അല്ലെങ്കിൽ ഏതെങ്കിലും വെള്ളപ്പൂവ് കൊണ്ട് ഭഗവാനെ അർച്ചന ചെയ്യുന്നതും, അല്ലെങ്കിൽ എരിക്കിൻ്റെ പൂവ് കൊണ്ട് ഭഗവാനെ അർച്ചന ചെയ്യുന്നതും, അല്ലെങ്കിൽ ഭഗവാന് സമർപ്പിക്കുന്നതും ഒക്കെ വളരെ 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 ഉത്തമമാണ്. ആഗ്രഹ സാഫല്യങ്ങളെല്ലാം ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ ആ ഭഗവാനെ ഭക്തിപൂർവം, ഇത് നമ്മളൊരു കാര്യം സാധിക്കുന്നതിന് വേണ്ടിയല്ല, ഭഗവാന്റെ ആ ഒരു അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ നാളെ മാത്രമല്ല തുടർച്ചയായിട്ട് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ആ ഭഗവാന്റെ അനുഗ്രഹം, മാതാച പാർവതീദേവി പിതാദേവോ മഹേശ്വര എന്നുള്ളതാണ് അല്ലേ. അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹം നമ്മളുടെ ജീവിതത്തിലുണ്ടായാൽ പിന്നെ നമുക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ആ ലോകപിതാവായിട്ടുള്ള ഭഗവാനും ലോകമാതാവായിട്ടുള്ള അമ്മ പാർവതീദേവിയുടെയും അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാവണം. അപ്പം ഓണത്തിന് ആ സാക്ഷാൽ വാമനമൂർത്തി നമ്മുടെ വീട്ടിൽ വരുന്നത് പോലെ തന്നെ സാക്ഷാൽ ചിങ്ങമാസത്തിൽ സാക്ഷാൽ ശ്രീ മഹാദേവനും നാളെ നമ്മുടെ വീട്ടിലെത്തുകയാണ്. അപ്പോൾ തീർച്ചയായും നമ്മൾ ആ ഭഗവാനെ പഞ്ചാക്ഷരി മന്ത്രജപത്തോടുകൂടി സ്വീകരിച്ച് നമ്മുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളും നമ്മുടെ ഉള്ളിലുള്ള ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഭഗവാനോട് പറഞ്ഞ് നമ്മുടെ എല്ലാ പ്രശ്നത്തിനും ഒരു പരിഹാരവും നമ്മുടെ ആഗ്രഹ സാഫല്യവും ഒക്കെ നേടാനായിട്ട് കഴിയാവുന്നതും എല്ലാവരും പരിശ്രമിക്കുക. ഇനി ഇതറിഞ്ഞ ആൾക്കാർ, അറിയാത്ത നമ്മുടെ ബന്ധുജനങ്ങൾക്കോ സുഹൃത്തുക്കൾക്കോ ഒക്കെ ഉണ്ടെങ്കിൽ അവരോടുകൂടി പറയുക, അല്ലെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു നന്മയുണ്ടാകുമ്പോൾ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാർക്കും അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾക്കും നമ്മുടെ സമൂഹത്തിന് മുഴുവനും ഈ ഒരു നന്മയും ശ്രേയസ്സും ഉണ്ടാവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുക. അതിൻ്റെ ഒരു പുണ്യം തീർച്ചയായും നമ്മളെയും തേടി എത്തുന്നതാണ്. അവ എല്ലാവരും ഭഗവാന്റെ ഒരു തിരുനാമം ഓം നമഃശിവായ എന്ന ഒരു തിരുനാമം, അല്ലെങ്കിൽ ഓം ചന്ദ്രകലാധരായ നമ എന്ന തിരുനാമം കമൻറ്റ് ബോക്സിൽ എഴുതി ഭഗവാനോടുള്ള ആ ഭക്തി സൂചകമായിട്ട് എഴുതിയിടുക. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഹൃദയം നിറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. നമസ്തേ.